ഒരാൾക്ക് 3 വോട്ടർ ID കാർഡ് കണ്ടെത്തിയ സംഭവത്തിൽ 2 ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരെയും ഒരു ബൂത്ത് ലെവൽ ഓഫീസറെയും സസ്പെൻഡ് ചെയ്യാനാണ് ഓഫീസർ തീരുമാനിച്ചത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ റിപ്പോർട്ടാണ് സഞ്ജയ് കൗൾ നടപ്പാക്കിയത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം വോട്ടർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനും സാധ്യതയുണ്ട്. കളക്ടർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബേപ്പൂർ മണ്ഡലത്തിലെ 24-ാം ബൂത്തിലെ ഷാഹിർ ഷാഹുൽ ഹമീദിനാണ് 3 കാർഡ് ലഭിച്ചത്. പ്രവാസിയാണ് ഷാഹിർ. 4 വർഷം മുൻപ് ഇദ്ദേഹത്തിന്റെ പിതാവ് 2 തവണ കാർഡിനായി അപേക്ഷ നൽകി. നാട്ടിലെത്തിയ ഷാഹിർ വീണ്ടും അപേക്ഷ നൽകി. ഇക്കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ് 3 കാർഡുകൾ ലഭിച്ചത്. ഒരാൾ ഒരിക്കലും 3 കാർഡിന് അപേക്ഷിക്കില്ല. ഇതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സംശയത്തിനിട നൽകിയത്. പ്രത്യക്ഷത്തിൽ ഈ സംഭവത്തിൽ ഒരു തട്ടുകേടുമില്ല. എന്നാൽ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത് കള്ളവോട്ടുകളുടെ പിൻബലത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശ് ജയിച്ചത് കള്ളവോട്ടുകൾ കണ്ടെത്തി തടഞ്ഞതുകൊണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത തീരെ കുറവായതിനാൽ വലിയ ഹോംവർക്ക് നടത്തിയാണ് ഇടതുമുന്നണി ഇലക്ഷൻ നേരിടുന്നത്. സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാർ ആയതിനാൽ സ്വാധീനിക്കാൻ എളുപ്പമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള BLOമാരിൽ ഭൂരിപക്ഷം പേരും ഇടതുമുന്നണിയുടെ പ്രവർത്തകരാണ്. തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി ചേർക്കാനും തങ്ങളുടേതല്ലാത്ത വോട്ടുകൾ വെട്ടിമാറ്റാനും ഇവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഇലക്ഷൻ കമ്മീഷനാകട്ടെ ഇതൊന്നും അറിയാറ് പോലുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നത് ഇടതുമുന്നണിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് മാത്രമാണ് ഇടതിന് ലഭിച്ചത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കൈപ്പൊള്ളി ഇടത് സർക്കാർ ഏത് വിധേനയും ഇത്തവണ 10 സീറ്റെങ്കിലും കരസ്ഥമാക്കണം എന്നാണ് ഉദ്ദേശം. എന്നാൽ ഇടതുമുന്നണി സർക്കാരിന്റെ ഇമേജ് മോശമായത് കാരണം ഇടതുമുന്നണിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം സീറ്റുകൾ ലഭിക്കില്ലെന്ന ചിന്തയാണുള്ളത്. അതുകൊണ്ടാണ് വിവിധ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വോട്ടർമാർക്ക് 3ഉം 4ഉം ID കാർഡുകൾ ഉണ്ടാക്കുന്നത്. കള്ളവോട്ടിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് പ്രതീക്ഷ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിന്റെ പേരിൽ CPMന് കൈപൊള്ളിയപ്പോൾ അതേ കുറ്റകൃത്യത്തിന് CPM ലീഗിനെ പ്രതിയാക്കി. കള്ളവോട്ടിന്റെ കാര്യത്തിൽ ഇരു മുന്നണികളും മോശമല്ലെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെ നടക്കുന്ന ഇത്തരം കള്ളക്കളികൾ പിടിക്കപ്പെട്ടാലും നിയമത്തിന്റെ പിടിവള്ളി ഉപയോഗിച്ച് കുറ്റവാളികൾ രക്ഷിക്കും. ലീഗിന്റെ കള്ളവോട്ട് വീഡിയോ ബൂത്ത് പിടുത്തം ഗുണ്ടായിസം കാണുക എന്ന തലക്കെട്ടിൽ CPM പുറത്തുവിട്ട കള്ളവോട്ട് വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കാലത്ത് വൈറലായി. ഉദുമ മണ്ഡലത്തിലെ പള്ളിക്കര 126-ാം നമ്പർ ബൂത്തിലെ കള്ളവോട്ട് തടഞ്ഞ പ്രിസൈഡിംഗ് ഓഫീസറെയും പോളിംഗ് ഉദ്യോഗസ്ഥരെയും ലീഗിന്റെ നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അന്ന് പ്രചരിച്ചത്. ഗൾഫിലുള്ള അനിയന്റെ വോട്ട് ചെയ്യാൻ ജ്യേഷ്ഠൻ വന്നപ്പോഴാണ് പിടിക്കപ്പെട്ടത്. ഇതുപോലെ ആയിരക്കണക്കിന് വോട്ടാണ് കാസർഗോഡ് ലീഗ് ചെയ്തതെന്ന് CPM ആരോപിച്ചു. ഉംറയ്ക്ക് പോയവരുടെ വോട്ടും ഗൾഫിൽ വൊക്കേഷൻ ടൂർ പോയവരുടെ ജോലി ചെയ്യുന്നവരുടെയും ഉൾപ്പെടെയുള്ള വോട്ടുകളാണ് ഇതുപോലുള്ള കള്ളവോട്ടായി ചെയ്തിട്ടുള്ളത്. കാസർഗോട്ടെ വ്യവസായി ലീഗ് നേതാവുമായ മാന്യന്റെ പണം വാങ്ങി ഓപ്പൺ വോട്ട് കള്ളവോട്ടാക്കി ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടെന്നും CPM ആരോപിക്കുന്നു. മാധ്യമങ്ങൾ നൽകിയില്ലെങ്കിൽ ലീഗിന്റെ ബൂത്ത് പിടുത്തങ്ങൾ തങ്ങൾ തുറന്നു കാണിക്കുമെന്നും അതിനായി നാം സ്വയം മാധ്യമമാവണമെന്നും CPM അണികൾക്ക് നിർദ്ദേശം നൽകി. വീഡിയോയിൽ ഒരിടത്തും പോസ്റ്റ് ഇടുന്നത് CPM ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ പങ്കുവെച്ച വിവരങ്ങളിൽ നിന്നും CPM ക്യാമ്പാണ് പോസ്റ്റിന് പിന്നിലെന്ന് വ്യക്തമായി.